ഹായ് ഓൺ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് ചില ആളുകൾ നടത്തുന്ന ചൂഷണങ്ങളുടെയും തട്ടിപ്പിന്റെയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനകളുടെയും കഥകൾ ഓരോന്നായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തുണ്ടായിരുന്ന ഏകദേശം 1,20,00,000 രൂപ എതിലേ പോയി എന്ന് ഒരു മനുഷ്യനും അറിയത്തില്ല. അതിനെക്കുറിച്ചൊരു പ്രസ്താവനയും പറയാൻ പറ്റാതെ വണ്ണം 1,20,00,000 രൂപ ഷൂ എന്നായിപ്പോയ കഥയാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞാൻ അവതരിപ്പിക്കുന്നത്. There was 1 crore and nearly 20 lakhs of rupees frozen of IPC, mostly money received for gospel work that was frozen. So no foreign donations and offerings or support was received for the ministry. ഈ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. 1,20,00,000 രൂപ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടേത് അതിന്റെ FCRA അക്കൗണ്ടിൽ ഗവൺമെന്റ് എടുത്ത നടപടി മുഖാന്തരം ഫ്രോസൺ ആയിപ്പോയി, ഫ്രീസ് ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടത്. അപ്പൊ ഈ 1,20,00,000 എന്ന് പറയുന്ന എമൗണ്ട് എൻ്റെ ഒരു ഭാവനാ സൃഷ്ടിയൊന്നുമല്ല. ഇത് IPCയുടെ ജനറൽ പ്രസിഡന്റ് തന്നെ നൽകിയ വിശദീകരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അപ്പൊ എമൗണ്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് സംബന്ധിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. 1-2 കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുള്ളത് പ്രസക്ത ഭാഗങ്ങളോട് നമുക്ക് കടന്നു പോകാം. ഈ ബാക്കി ഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഈ 1,20,00,000 രൂപ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി, അക്കൗണ്ട് ആക്റ്റീവ് ആക്കി, ഫുള്ളി ഓപ്പറേഷന് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കുക. There was 1 crore and nearly 20 lakhs of rupees frozen of IPC, mostly money received for gospel work that was frozen. So no foreign donations and offerings or support was received for the ministry. At this time, the government had all the right to confiscate the entire amount in the IPC FCRA account because of non-compliance and because IPC had exceeded the time limits set by the government of India to file the annual returns. When we were elected as the new office bearers on 25th October 2019, the FCRA was totally cancelled. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് പോസ് ചെയ്ത് പോകുന്നത്. കണ്ടിന്യൂ ആയിട്ട് തന്നെയാണ് വീഡിയോ പോകുന്നത്. ഇവര് ഭരണത്തിൽ വരുമ്പോൾ ഈ FCRA അക്കൗണ്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽഡ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരാണ് FCRA അക്കൗണ്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി നടപടികളുമായിട്ട് അല്ലെങ്കിൽ ഇതിന് പരാതിയുമായിട്ട് മുൻപോട്ട് പോയത് എന്നത് വ്യക്തമാക്കണം. അതിവർ വ്യക്തമാക്കില്ല. കാരണം ഇവരുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു ഇലക്ഷന് വേണ്ടി ഒരു പത്രിക ഇറക്കിയപ്പോൾ അതിനകത്ത് അവരുടെ ഒരു അവകാശവാദം FCRA അക്കൗണ്ട് അവർ തിരികെ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇവർ ഇലക്ഷൻ പത്രികയിൽ FCRAയുടെ അക്കൗണ്ട് തിരികെ കൊണ്ടുവരും എന്ന രീതിയിൽ ഇവർ ഒരു പ്രസ്താവന അടിച്ചിറക്കി എങ്കിൽ ഇവർക്ക് ഇതിന്റെ പിന്നിലുള്ള കളികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നെന്നും അത് ഇവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന രീതിയിൽ ജനത്തെ വിശ്വസിപ്പിച്ച് ഒരു രാഷ്ട്രീയം കളിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഇവരുടെ നീക്കം. ആ നീക്കത്തിൽ ഒരു പക്ഷേ അവർ വിജയിച്ചിരിക്കാം, കാരണം അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ജനം വോട്ട് ചെയ്തതാണെന്ന് മാത്രം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. അതിന്റെ പിന്നിൽ പല രാഷ്ട്രീയം കളിച്ചതിന്റെ ഭാഗമായിട്ട് കള്ള വോട്ട് വരെ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എൻ്റെ കയ്യിൽ തക്കതായ കാരണങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കൊണ്ടുവന്നിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ പല സഭകളുടെയും സ്ഥലപ്പേരില്ല. ചുമ്മാ എബ്രോൻ ചർച്ച് അല്ലെങ്കിൽ ശാലേം ചർച്ച് അല്ലെങ്കിൽ ഫിലദൽഫിയ ചർച്ച് എന്നൊക്കെ പറയുന്ന പോലെ കുറെ ചർച്ചുകളുടെ പേരേ ഉള്ളൂ. ഉദാഹരണമാണ് ഇത് പറഞ്ഞത്, ചർച്ചുകളുടെ പേര് മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിറക്കിയിരിക്കുന്ന പത്രികയും ഇവർ പിന്നീട് കാണിച്ചു കൂട്ടിയത് മുഴുവൻ രാഷ്ട്രീയ കളികളായിരുന്നു. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലാണ് ഈ കാണിക്കുന്നത് എന്നോർത്തോണം. ഇനി ഇദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങളുടെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവരാ പത്രിക ഇറക്കി ഞങ്ങൾ FCRA തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്നാലേ. ഇനി അതിന്റെ ബാക്കി ഭാഗം നമുക്കൊന്ന് കേൾക്കാം. When we were elected as the new office bearers on 25th October 2019, the FCRA was totally cancelled.
The only option before us was to challenge the cancellation under the FCRA Act. If we did not file a lawsuit, we would have lost all the money, plus they could have put a hold on IPC's assets. As per the law, the cancellation had to be challenged within 60 days in the High Court on 17th December 2019. A minor technical matter helped us. Since we did not get the written notice until 4th November 2019, we had till 3rd January 2020. Meanwhile, the FCRA papers were not handed to me until the 2nd of December 2019. The legal team and I needed time to review and study the papers. On the 59th day, which was the 3rd of January 2020, a lawsuit was filed and we obtained a stay from the High Court, preventing the government from confiscating the amount of IPC. We received this stay on the 28th January of 2020. This was the first favorable ruling we received from the High Court. Meanwhile, the government during the COVID-19 season issued a letter on 18th March 2020 to pay the penalty in order to get a new registration. Since there was no clarity if we could operate the bank account and if they will release the frozen money, we decided to pursue the lawsuit in the High Court of Kerala. We had no assurance as to how the FCRA would deal with the major violations that FCRA found with the previous administration. There was a strong possibility the government would deny a new registration. We realized the only solution was to seek remedy through the High Court. We asked whether the frozen IPC money could be used as collateral or a bank guarantee. Both were not acceptable. So the option was to raise money and pay the amount with the direction of the High Court to FCRA in order for us to file the annual returns, and then request a hearing to evaluate us on the basis of our merits of the case. The High Court ruled in our favor that we could file the annual returns after we make a payment to the FCRA. The court instructed FCRA that money should be refunded based on the merits in our case. The High Court also ruled that they need to keep in mind the High Court judgment in all their decisions regarding the IPC FCRA case. If the decisions of FCRA were not favorable and justified, we could seek the High Court's intervention again. There were a total of 14 hearings for this case with 6 favorable rulings for IPC. Thank God for His favor. We praise God on the 17th of July. We were able to pay the fee to FCRA and also upload the annual returns for 2017. Pray we will complete the remaining process of filing the rest of the annual returns, get a favorable hearing with the FCRA, and get the frozen amounts released and IPC become fully operational. Many thanks to all who prayed. Thanks to the 45 individuals and 15 churches who helped us financially and stood with IPC and us during this critical time. On behalf of IPC and the general executives, I say a big thank you and pray God to bless you richly. കേട്ടല്ലോ, ഞാൻ ഈ വീഡിയോ അത്രയും ഭാഗം ഫുള്ളായി പ്ലേ ചെയ്തതിന്റെ കാരണം അത് വാസ്തവത്തിൽ നമുക്കതിന്റെ പ്രസക്ത ഭാഗം മാത്രം ഇട്ടാൽ മതിയായിരുന്നു. എന്നാൽ ഞാൻ അദ്ദേഹം പറഞ്ഞ ഭാഗം എവിടെയും കട്ട് ചെയ്യാതെ അത്രയും ഭാഗം ഫുള്ളായി പ്ലേ ചെയ്തതിന്റെ കാരണം ഇതിന്റെ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവര് നാളെ വന്ന് നമ്മളിത് ക്രോപ്പ് ചെയ്തിട്ടു അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒരു ഭാഗം മാത്രം ഇട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഭാഗം ഫുള്ളായിട്ട് ഇട്ടത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് ഈ എമൗണ്ട്, അതായത് ഈ 1 crore 20 lakh അത് വീണ്ടും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിരിച്ചു കിട്ടി എന്നത് വ്യക്തമാക്കുകയാണ്. ഏകദേശം 1 വർഷം മുൻപ് അവതരിപ്പിച്ച ആളുകളെ, IPCയുടെ വിശ്വാസികളെ, എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് അയക്കുന്നവരെയും അതേപോലെ തന്നെ കൗൺസിൽ അംഗങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ IPCയുടെ ഈ FCRA കംപ്ലീറ്റ്ലി ഓക്കെ ആയി കെട്ടി.
അതിനകത്ത് കിടക്കുന്ന 1,20,00,000 രൂപ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും റീഫണ്ടബിളായി കിട്ടി എങ്കിൽ ഇന്നലെ, അതായത് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത 2022 ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആദ്യ ദിവസം തന്നെ ഇതിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലും നമ്മുടെ FCRI ഇനാക്റ്റീവായിരിക്കുന്ന ഈ ടൈമിലും നമ്മുടെ സഭയെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ഫിനാൻഷ്യലായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും റീജിയനുകളെയും സ്റ്റേറ്റിനെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയുന്നു. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലും നമ്മുടെ FCRI ഇനാക്റ്റീവായിരിക്കുന്ന ഈ ടൈമിലും നമ്മുടെ സഭയെ സ്നേഹിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ഫിനാൻഷ്യലായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും റീജിയനുകളെയും സ്റ്റേറ്റിനെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയുന്നു. ഒരു എക്സ്പ്ലനേഷനും കൂടാതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിടത്ത് ജനറൽ പ്രസിഡന്റ് പറയുന്നു, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ക്യാൻസലായി പോയ അല്ലെങ്കിൽ നടപടി നേരിട്ട FCRI അക്കൗണ്ട് ഇതാ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുന്നു, അതിന്റെ പൈസ റീഫണ്ടബിൾ ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുന്നു, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ഇതിന്റെ കൂടെ നിന്നവർ ഒക്കെ എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ജനറൽ കൺവെൻഷന്റെ 98ാമത് ജനറൽ കൺവെൻഷന്റെ ഉദ്ഘാടനം നടന്ന ദിവസം തന്നെ ജനറൽ സെക്രട്ടറി പറയുന്നു, ഇപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കുന്ന FCRI അക്കൗണ്ടിന്റെ സ്ഥിതിഗതിയെക്കുറിച്ച്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ജനറൽ സെക്രട്ടറിക്ക് ഇതിന്റെ നിജസ്ഥിതി ജനത്തോട് പറയാനുള്ള അവസരം അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ നേരായ ഹൃദയം കൊണ്ട് അദ്ദേഹം ആ അവസരം ഉപയോഗിച്ചു. അതല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അറിവ് കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ FCRI അക്കൗണ്ടിനെ കുറിച്ചുള്ള നിജസ്ഥിതി ഒന്നും ജനറൽ സെക്രട്ടറിക്ക് ഒരു ബോധ്യവും ഇതുവരെ കിട്ടാതെ ജനറൽ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ഒരു തട്ടിപ്പ് വാദം മാത്രമായിരുന്നു ആദ്യം പറഞ്ഞ വീഡിയോ. ഞാൻ അതാണ് കൂടുതലും ബലമായി വിശ്വസിക്കുന്നത്. എന്റെ ചോദ്യം, ഇവർ രണ്ടുപേരും പറഞ്ഞ എന്തെങ്കിലും ആയിക്കോട്ടെ, ആദ്യത്തെ അദ്ദേഹം പറഞ്ഞതും വിശ്വസിക്കാം, രണ്ടാമത്തേതും പറഞ്ഞത് വിശ്വസിക്കാം, ഇത് രണ്ടും അങ്ങനെ നിർത്തിക്കൊണ്ട് എൻ്റെ ഒരു ചോദ്യമുണ്ട്. ആദ്യം പറഞ്ഞത് വിശ്വസിച്ച് അത് ആക്റ്റീവായി അതിലെ 1,20,00,000 രൂപ റീഫണ്ടബിൾ ആയി എങ്കിൽ കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ നാം വിശ്വാസത്തിലെടുക്കുമ്പോൾ ഇപ്പോഴും അത് ഇനാക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്കിൽ ആ 1,20,00,000 രൂപ എവിടെ പോയി? 1. 2, അതിനുവേണ്ടി ഫൈൻ അടയ്ക്കാൻ ഉപയോഗിച്ച അറൗണ്ട് 43 ലക്ഷം രൂപയുടെ അവസ്ഥ എന്താണ്? ഈ ഫൈൻ സ്വീകരിച്ചോ? അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടായോ? ആരുടെ പൈസയാണ് ഈ പോയത്? പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണോ ഫൈൻ അടച്ചത്? വിശ്വാസികളെ അല്ലേ ഈ പിരിക്കുന്നത്? വിശ്വാസികളെ അല്ലേ ഈ ചൂഷണം ചെയ്യുന്നത്? ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗതികെട്ട ഒരു നേതൃത്വം ഇതിനു മുൻപ് വന്നിട്ടില്ലെന്നും ഇത്രയും ചൂഷണം ചെയ്യുന്ന, ഇത്രയും ഗുണ്ടായിസവും പാനൽ രാഷ്ട്രീയവും കാണിക്കുന്ന ഒരു നേതൃത്വം ഇതിനു മുമ്പ് വന്നിട്ടില്ലെന്നും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളുടെ തുടർക്കഥയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അത് മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ലഭിച്ച അവസരത്തിൽ ജനം യാഥാർത്ഥ്യം അറിയേണ്ടതിന് സത്യം വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. FCRI അക്കൗണ്ട് അതിന്റെ തൽസ്ഥിതി എന്താണെന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിനു മുൻപ് ഇത് ആക്റ്റീവായി എന്നൊരാൾ പറയുന്നെങ്കിൽ അത് സംബന്ധിച്ച് ഇന്ന് ജനറൽ കൗൺസിലിന് വ്യക്തത ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇങ്ങനെ പ്രസ്താവന പറഞ്ഞത് എന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺവെൻഷൻ വേദിയിൽ പൊതുസമൂഹത്തെ, IPC ജനസമൂഹത്തെ, വിശ്വാസി സമൂഹത്തെ, ശുശ്രൂഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ
പത്രിക ഇറക്കിയ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന്റെ സമയത്ത് പത്രിക ഇറക്കിയ സമയത്ത് വലിയ അവകാശവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നേതൃസ്ഥാനത്തേക്ക് വന്ന ജനറൽ കൗൺസിലിലെ ഏറ്റവും ഉന്നത സ്ഥാനീയനായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വത്സൻ എബ്രഹാം ആദ്യം പറഞ്ഞ വീഡിയോ വിശ്വസിക്കണോ വേണ്ടയോ? ഇനി അഥവാ വിശ്വസിക്കുകയാണെങ്കിൽ അതിനകത്തെ 1,20,00,000 രൂപ എന്ത് ചെയ്തു എന്ന് പറയേണ്ടത് അയാളുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുകൂടെ വ്യക്തമായി പറയാം, വിശ്വാസി സമൂഹത്തിന്റെ പേരിൽ, ഇനി അതെവിടെ നിന്ന് ആരയച്ചത് കൊടുത്തതും ആയിക്കോട്ടെ, ഇനിയും അത് നാളെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രം അയച്ചു കൊടുത്താണെന്ന് വരുത്തി തീർക്കുമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. എന്തും നടക്കാം ഇതിനകത്ത്. ഒരു കാര്യം മനസ്സിലാക്കണം, IPCയുടേതായി ഇതിനകത്തുണ്ടായിരുന്ന 1,20,00,000 രൂപയ്ക്ക് ഇന്നും ഒരു തുമ്പുമില്ല എന്നാണ് യാഥാർത്ഥ്യം. കൂടാതെ ഇതിന് ഫൈൻ അടച്ചു എന്ന് പറയുന്ന 43 ലക്ഷം രൂപ ഏകദേശം, അത്രയും പൈസയുടെ അവസ്ഥ ആരുടെ നിന്ന് പിരിച്ചു, എങ്ങനെ ചെലവാക്കി, എന്തിനു ചെയ്തു, ഇത് ഫൈൻ അടച്ചു എന്ന് പറയുമ്പോഴും അതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടായോ, അതോ അതും വിശ്വാസികളുടെ വയറ്റത്തടിച്ചോ എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ഇലക്ഷൻ സംബന്ധിച്ച ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചൊന്ന് പരാമർശിച്ചു വിട്ടിരുന്നു. അത് സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.